അങ്ങനെ കേരള വിഷന്റെ വോട്ടംഗം എത്തിയിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാടൻ കരുത്തിന്റെ നാട്ടിൽ, കരിമ്പനകളുടെ നാട്ടിൽ, രവിയുടെയും അല്ലാപ്പിച്ച മുല്ലാക്കയുടെയും മൈമൂനയുടെയും അപ്പുക്കിളിയുടെയും നാട്ടിൽ, ഇതിഹാസങ്ങൾ അന്തിയുറങ്ങുന്ന ഈ നാട്ടിലേക്ക് നമുക്ക് കടക്കാം. എ വിജയരാഘവനും വി കെ ശ്രീകണ്ഠനും കൃഷ്ണകുമാറും ഒക്കെ കൊമ്പുകോർക്കുന്നു. ആർക്കനുകൂലമാണ് ഈ നാടെന്ന് നമുക്കറിയാം. പരിശോധിക്കാം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ മണ്ണാർക്കാട് എന്ന നിയമസഭാ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വോട്ടംഗം ചോദിച്ചറിയുക. ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇടതുപക്ഷം നേരിടുന്നത്? നമുക്കങ്ങനെ വെല്ലുവിളികളായിട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ സുഖസുന്ദരമായിട്ട് ജയിച്ചു കയറുന്ന ഒരു മണ്ഡലം തന്നെയാണല്ലോ. കാരണം സാധാരണഗതിയിൽ MP രാജേഷൊക്കെ ജയിച്ചു വന്നിരുന്ന മണ്ഡലമായിരുന്നു. പെട്ടെന്ന് വി കെ ശ്രീകണ്ഠനെ പോലെ സാധാരണഗതിയിൽ ഒരു വളരെ രാഷ്ട്രീയ സാന്നിധ്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ജയിക്കുകയാണ് പാലക്കാട് പോലെ മണ്ഡലത്തിൽ. അതിപ്പോൾ നമുക്ക് പാലക്കാട് മാത്രമല്ല, കഴിഞ്ഞ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു എഫക്റ്റ് അടുത്ത പ്രധാനമന്ത്രി എന്നുള്ളൊരു പേരിൽ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അത് എല്ലാ മണ്ഡലങ്ങളിലും ഒരു ഇത്തവണ അതുണ്ടാവില്ലേ? ഇല്ല, ഇത്തവണ രാഹുൽ നിൽക്കുന്നുണ്ടല്ലോ. ഇത്തവണ ഇപ്പൊ ഇന്ന് ന്യൂസ് വന്നതുപോലും ലീഗിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ സംഘർഷം എന്നുള്ള തരത്തിലാണ് ന്യൂസുകൾ വരുന്നത്. ഏത് തരത്തിലാണ് ഇവർ ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഇത്തവണ ഒരു ഭീഷണിയില്ല, ഒരു ഭീഷണിയില്ല. കഴിഞ്ഞ തവണ കൈതെറ്റിപ്പോയെന്നേ ഉള്ളൂ. ഇത്തവണ സ്വാഭാവികമായി പിടിക്കും, അങ്ങനെയാണ് കാണുന്നത്. അതെ. വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, ഫണ്ട് വിനിയോഗിക്കുന്നതിലൊക്കെ? വി കെ ശ്രീകണ്ഠന്റെ ഏറ്റവും എടുത്തു പറയുന്നതാണ് അവർ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് മാത്രം ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ശോചനീയ അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പാലക്കാട് മുനിസിപ്പൽ. അതെ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? അതിൻ്റെതായ വഴിക്ക് പോകുന്നുണ്ട്. അതിലൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിക്കുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കുമല്ലേ ഇപ്പം തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ അല്ലേ? ആയിട്ടില്ല തോന്നുന്നു മൊത്തത്തില് ഒരു ദിവസം ഇല്ല. മൊത്തത്തിൽ അതിന്റെ ഒരു ഇതൊന്നും കാണുന്നില്ല. അതെന്താ ചൂട് കൂടുതലാണ്ട? പാലക്കാട് പൊതുവെ ചൂട് കൂടുതലല്ലേ? ഭയങ്കര ചൂടാണ്. പാലക്കാട് ആരായിരിക്കും? പാലക്കാട് ആരായിരിക്കും? ശ്രീകണ്ഠനായിരിക്കും ചാൻസ് കൂടുതൽ. ആണോ? കാരണം ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇടതുപക്ഷത്തിന്റെ സ്വന്തം സീറ്റ് പോലെയാണ് അറിയപ്പെട്ടിരുന്നത്. MP രാജേഷ് നിരവധി തവണ ജയിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ താരതമ്യേന നമ്മളൊന്നും അറിയാത്തൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പെട്ടെന്ന് വരുന്നു, UDF സ്ഥാനാർത്ഥി വരുന്നു, വി കെ ശ്രീകണ്ഠൻ ജയിക്കുന്നു. അത് കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണ്. അത് എപ്പോഴും ഇല്ല, അത് ഇപ്പോഴും ഒട്ടുമില്ല എന്നാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. അതിനകത്ത് വല്ല വസ്തുതയുണ്ടോ? ആരായാലും നാടിന് ഉപകാരമുള്ള ആൾക്കാർ ജയിക്കട്ടെ. അതൊക്കെ ആര് ജയിച്ചാൽ ഇപ്പോഴത്തെ UDF പിന്നെ UDF വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJPക്കാണ് പൊതുവെ ഒരു തൃശ്ശൂരിലെ കാര്യം തന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് LDF വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല കൂടിയാണ്. ആ പാലക്കാട്ടേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിതിൻ, വോട്ടംഗം കേരള വിഷന്റെ പാലക്കാട് വേനൽ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും കുറവില്ല. പക്ഷെ രാഷ്ട്രീയ ചൂട് പാലക്കാട് കുറയില്ല. കാരണം ഇത്തവണ ഇവിടെ LDFന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് LDFന് ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കഴിഞ്ഞ തവണ LDFന് നഷ്ടപ്പെട്ടു പോയ
അല്ലെ LDF ഉറപ്പിച്ച സീറ്റുകളൊന്നായിരുന്നു പാലക്കാട് ലോക്സഭ. അതാണ് എം പി രാജേഷിനെ അത് താരതമ്യേന വലിയ ഫേമസ് അല്ലാത്ത അല്ലെങ്കിൽ താരതമ്യേന രാഷ്ട്രീയമായി വലിയ ഫൈറ്റൊന്നും നടത്താത്ത ഒരാളാണ് VK ശ്രീകണ്ഠൻ അല്ലേ? ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത തോൽവിയായിരുന്നു പാലക്കാട് കഴിഞ്ഞ തവണ ഉണ്ടായത്. അതിനെ മറികടക്കാനുള്ള പ്രവർത്തനം അവർ കഴിഞ്ഞ 2019 ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അവർ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന സ്വഭാവം അത് തന്നെയാണെങ്കിലും പാലക്കാട് അവർക്ക് തിരിച്ചു പിടിക്കണം. ഇവിടെ അടുത്തൊരു LDF സ്ഥാനാർത്ഥിയോ മറ്റോ വരുന്ന സ്ഥലമുണ്ട്, അത് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ വിവരം. നമുക്ക് അവിടേക്ക് തന്നെ പോകാം. എന്തായാലും നമുക്ക് ജനങ്ങളുടെ മനസ്സിനകത്ത് എന്താണ് സ്ഥാനാർത്ഥികളുടെ സ്വീകരണങ്ങൾ, കേന്ദ്രത്തിലെ ജനപങ്കാളിത്തം, ഇതെല്ലാം നമുക്ക് കണ്ടറിയണ്ടേ? അതെ. പാലക്കാട് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ മണ്ണാർക്കാട്. അവിടുത്തെ മീയക്കുറിശി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെത്തുന്നത്. മീയക്കുറിശിയിൽ അല്പസമയത്തിനകം വിജയരാഘവൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. ആ LDFന്റെ പ്രചരണ വേദിയിലേക്കാണ് നമ്മളിനി അടുത്ത് പോകുന്നത്. തീർച്ചയായും ഈ ഇടതുപക്ഷം വലിയ പ്രതീക്ഷ കൊടുക്കുന്ന, അതായത് ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം നൽകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശമാണിത്. തെരഞ്ഞെടുപ്പ് ചൂടായി തന്നെ പോണേ. ആണല്ലേ? നിങ്ങൾ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, നിങ്ങളെ LDF സ്ഥാനാർത്ഥി. അതുകൊണ്ട് വലിയ ഉഷാറാണ്. വോട്ട് മിക്കവാറും കൂടും. നല്ല പ്രവർത്തനമാണ്. നല്ല ആളുകളുടെ ഭാഗത്തുനിന്ന് നല്ല അനുയോജ്യമായ വാക്കുകളാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. ഞങ്ങളൊരു 50,000 വോട്ടിന്റെ മീതെ ജയിക്കും. ശ്രീകണ്ഠനെ ജയിപ്പിച്ചത് ആളുകൾക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി അത് സംഭവിക്കില്ല. ജനങ്ങൾ വളരെ ആവേശത്തിലാണ്. മാത്രമല്ല ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടി വരാൻ പോവുകയാണ്. ഈ മോദിയുടെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെറ്റ് തിരുത്തുമോ? 100%. എങ്ങനെയുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ? ഞങ്ങളുടെ പഞ്ചായത്ത് കുഴപ്പമില്ല. ഇടതുപക്ഷത്തിന് മണ്ണാർക്കാട് നിയമസഭ അല്ലേ? അല്ല, കോങ്ങാട് മണ്ഡലം. കോങ്ങാടാണ്. ഓക്കെ. അട്ടിമറി വിജയമുണ്ടോ? അട്ടിമറി ഒരു സംശയം വരുന്നുണ്ട്. ആണല്ലേ? ഇവിടെ വിജയരാഘവന്റെ പ്രചരണ വേദിയാണ്. ഇവിടെ വലിയ അർത്ഥത്തിൽ ആവേശമായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു. പക്ഷേ മഴ ചൂടിനെ തണുപ്പിച്ചുവെങ്കിലും ആവേശത്തെ ഒട്ടും തണുപ്പിച്ചിട്ടില്ല. വിജയരാഘവനെ LDF സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയാണ് ഇവിടെ പ്രവർത്തകർ. നിങ്ങളുടെ പ്രചരണം കലങ്ങിയാ? ഇല്ലല്ല, കലങ്ങില്ല. ഞങ്ങൾ അണികൾ ചോർന്നു പോയില്ല. ഞങ്ങളുടെ ആവേശം ചോർന്നില്ല. ചൂട് മാറിയെന്നേ ഉള്ളൂ. അത്യാവശ്യമാണ്. ഇപ്പോ വിജയരാഘവൻ വന്ന് സ്വീകരിച്ചിട്ടേ പോവുള്ളൂ. വിജയിക്കും ഇത്തവണ. VK ശ്രീകണ്ഠന്റെ സാധ്യത വലിയ ആത്മവിശ്വാസത്തിലാണ് UDF. അതിലേറെ ആത്മവിശ്വാസത്തില്ല. നമ്മൾ 50,000 വോട്ടിനെങ്കിലും ജയിക്കും എന്നുള്ളതാണ്. 50,000 ഉള്ളൂ. LDFന്റെ തട്ടകമാണല്ലോ. അത് മതി. 50,000 വോട്ടിന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജയിച്ചു കിടക്കുകയാണ്. ഇപ്പോൾ ഇനി അതിൽ ഭൂരിപക്ഷം കൂടി എത്ര കൂടാന്ന് പറയാൻ പറ്റില്ല. അത്രക്ക് ആ അവസ്ഥയിലാണ് നമ്മൾ ആണെങ്കിൽ. നിയമസഭാ മണ്ഡലങ്ങളിലും കരുത്ത് കാണിക്കുന്ന ഒരു പാലക്കാടൻ കരുത്തായിരിക്കുമോ ഈ വിജയം ഈ തവണ? തീർച്ചയായിട്ടും നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് പാലക്കാട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അവരുടെ മുൻകൈയിൽ നടക്കാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ദുഃഖം പ്രകടിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി, ഇപ്പോൾ ദുഃഖം കാണിക്കുന്ന രാഹുൽ ഗാന്ധി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. അതിൽ ഉയരുന്ന സന്ദേശം എന്താ? അതിൽ കോൺഗ്രസിൻ്റെ അവസരവാദമാണ് ഇത് പ്രകടമാകുന്നത്. നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്ന നയങ്ങളിൽ, അതുപോലെ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രത്തിൽ
കൃത്യതയുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടിക്കില്ല. അവസരവാദം എന്നുള്ളതാണ് അതിൽ. ഈ കൊടി മാറ്റിയത് ഇതുമായി കൂട്ടി വായിക്കുമോ? എല്ലാം അവസരവാദമാണല്ലോ. കൊടി മാറ്റുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം നിലപാടിലുള്ള വിശ്വാസക്കുറവെന്നാണ്. നാട്ടുകാരെ പറ്റിക്കണതേ ഉള്ളൂ, അല്ലാതെ നിലപാടിൽ ശരി വേണമെന്നില്ല. അത് തന്നെയാണ് ഇതിലും. അതിപ്പോൾ വർഗീയതയെ ബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ട്, പ്രധാനപ്പെട്ട സാമ്പത്തിക നയങ്ങളിലുണ്ട്, പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ കണ്ട CAA വിഷയത്തിലുണ്ട്, PLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലുണ്ട്. എവിടെ വന്നാലും ഒരു നിലപാടിൻ്റെ ഉറപ്പില്ലായ്മയാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു മുഖമുദ്ര. ആ മുഖമുദ്രയുടെ ഏറ്റവും മുന്നിൽ കാണുന്ന ആളായിട്ട് രാഹുൽ ഗാന്ധിയും കേരളത്തിൽ വന്നപ്പോൾ മാറി. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവിടെ വന്നപ്പോൾ സുരേന്ദ്രൻ്റെയും സതീശൻ്റെയും ശിഷ്യത്വം ചിലപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെ VK ശ്രീകണ്ഠൻ? VK ശ്രീകണ്ഠൻ കുഴപ്പമില്ല, നല്ല അഭിപ്രായം. പൊതുജന മധ്യത്തിൽ നല്ല അഭിപ്രായം. പക്ഷേ പാലക്കാട് ഒരു LDF തട്ടകമാണ്. അല്ല, കഴിഞ്ഞ തവണ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നുള്ളേ ഉള്ളൂ. അല്ലല്ല. കാരണം കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ ചെയ്തതാണ് ഈ കുറി UDF അധികാരത്തിൽ വരണം എന്നുള്ളത്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ശ്രീകണ്ഠൻ ഏതൊക്കെ തരത്തിൽ LDF സ്ഥാനാർത്ഥിയെ മറികടക്കുമെന്ന് പറയാൻ അത് പറ്റും? കഴിഞ്ഞ 5 വർഷം തന്നെ അയാളുടെ വികസനം അതിനൊരു തെളിവാണ്. കാരണം ഇനി ഉള്ള കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളെ പുറത്തിറങ്ങി പണിയെടുക്കണം, എങ്കിൽ മാത്രമേ ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. പണിയെടുത്തു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാം ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ജനങ്ങളുടെ നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ല അഭിപ്രായമുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് സൂപ്പറല്ലേ? നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. ആര്? രാഘവേട്ടൻ. പിന്നെ വിജയരാഘവൻ. പിന്നെ അത് ജയിച്ചില്ലേ? 100%. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? തെരഞ്ഞെടുപ്പ് ഇവിടെ എങ്ങനെയുണ്ട്? പ്രചാരണമൊക്കെ അങ്ങനെ പോകുന്നു. കുഴപ്പമില്ല. ഇവിടെ ആർക്കായിരിക്കും സാധ്യത കൂടുതൽ? അതെന്താ UDF തന്നെയല്ലേ, വേറൊന്നും പറയാനില്ല. ശ്രീകണ്ഠന്റെ 5 വർഷം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ MP രാജേഷിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കമ്മിയാണ് അദ്ദേഹത്തിന് പ്രവർത്തനമായിട്ട് തോന്നിയാണ്. അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് ഇടത് ചേരും, ഇടത്തേക്ക് ചേരും. പാലക്കാട് ഒരു ചേച്ചിലും ഉണ്ടാവില്ല. ഒരു ചേച്ചിന് വിജയരാഘവൻ കൊടി ഉയർത്തു, സോപ്പിന്റെ കൊടി. എന്താ ശ്രീകണ്ഠൻ ജയിക്കണം. ഇല്ല. നല്ല വ്യക്തി ആരാണോ അവർ വോട്ട് ചെയ്യും, ആരാണോ അപ്പം നോക്കും. അപ്പം വോട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിശേഷം എന്താ മോൻ്റെ കാഴ്ചപ്പാട്? നന്നാവട്ടെ, എത്രയേ ഉള്ളൂ. എല്ലാവരും പ്രോത്സാഹനം. ആര് ജയിച്ചാലും കുഴപ്പമില്ല, നല്ല പാർട്ടി ജയിക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് പൊതുവിൽ കാണുന്നത്?
ഇവിടെ LDF-ന്റെ മണ്ഡലമായിരുന്നല്ലോ അതെ പൊതുവെ. അതെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി തരംഗമൊക്കെ വന്നുകൊണ്ട് ഒരു UDF സ്ഥാനാർത്ഥി അത്യാവശ്യം ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ ഇതൊരു LDF മണ്ഡലമായിരുന്നല്ലോ മൊത്തത്തിൽ. ആ ഒരു തരംഗത്തിൽ ഇപ്പോൾ 5 വർഷം തുടർ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ സാധ്യത ഉണ്ടായിരിക്കാം. UDF വരണമെന്ന്, UDF വന്നാൽ മൊത്തത്തിൽ എല്ലായിടത്തും അതൊരു ഉപകാരപ്പെടുന്നില്ലാണ് സംഭവിക്കുന്നത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ വർക്ക് പോകുന്നുണ്ട്. ഈ VK ശ്രീകണ്ഠൻ ഇത്തവണ വിജയിക്കാനുള്ള സാധ്യത 100% കൺഫേമാണ് അദ്ദേഹത്തിന്. തവണ പാലക്കാട് പാർലമെന്റിനകത്ത് പൊതുജനങ്ങൾ മുഴുവൻ പറയുന്നത് ഇദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ രീതിയിലേക്ക് വർക്ക് മാറിയിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റിൽ 20 പിടിക്കുമെന്നുള്ള രീതിയിൽ അനുകൂലമായ ട്രെൻഡ് വന്നിട്ട് പോലും നിങ്ങൾക്ക് 19 ആ സീറ്റ് 18 അല്ല, ആ സീറ്റ് അതൊക്കെ UDF-നകത്ത് വന്ന ആളുകൾ കാലുമാറിയതിനു ശേഷം സംഭവിച്ച ഒരു സീറ്റ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റ് ആലപ്പുഴ സീറ്റ്. ആ സീറ്റിലേക്ക് ഏറ്റവും ശക്തനായ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന KC വേണുഗോപാൽ ഡയറക്ടർ ഇറങ്ങി മത്സരിക്കുകയാണ്. ആ സീറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഭിക്കണോ? പാലക്കാട് തീവാറുന്ന മത്സരമാണ്. പാലക്കാട് ആലത്തൂരും തീവാറുന്ന മത്സരമാണ്. ആലത്തൂർ പല ഘടകങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥി അപമാനിക്കുന്ന തരത്തിൽ വരെ വന്നു. ആലത്തൂർ കഴിഞ്ഞ തവണ പോലല്ല, ഇത്തവണ നിൽക്കുന്ന K. രാധാകൃഷ്ണൻ. അല്ല, അതിപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാ സ്ഥലത്തും CPM ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി മന്ത്രിമാരെ തെരഞ്ഞെടുപ്പ് ഇറക്കിയിട്ടുണ്ട്, MLA-മാരെ ഇറക്കിയിട്ടുണ്ട്. അവരവിടെ മത്സരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലത്തൂരേക്ക് കടന്നു വന്ന രമ്യ ഹരിദാസ് വളരെ കൃത്യമായി ഏറ്റവും താഴെ തട്ടിൽ വരെ പോയിട്ടുണ്ട്. അതിപ്പോൾ അവർ പരിപാടിക്ക് പോകുമ്പോൾ തന്നെ കാണുന്നുണ്ട് ആളുകളുടെ സ്നേഹപ്രകടനവും കാര്യങ്ങളും. ഒരിക്കൽ കൂടി ചോദിക്കും, പാലക്കാട് 100% VK ശ്രീകണ്ഠൻ വിജയിക്കും. ആലത്തൂരും 100% VK. ഞങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ 100% രമ്യ ഹരിദാസ് വിജയിക്കും. ഈ ജില്ലക്കകത്ത് 3 പാർലമെന്റ് മണ്ഡലം, ഒന്ന് പൊന്നാനി, ഒന്ന് പാലക്കാട്, ഒന്ന് ആലത്തൂർ. ഈ 3 പാർലമെന്റ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരിക്കും. അങ്ങനെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ലോക്സഭാ മണ്ഡലവും ആലത്തൂർ ലോക്സഭാ മണ്ഡലവുമാണ് നമ്മൾ ഏറെ വൈകി ഇന്ന് പര്യടനം പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു നിതിന്? ആലത്തൂർ ലോക്സഭാ മണ്ഡലം താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണം ലഭ്യമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനേക്കാൾ അല്പം മുന്നിലാണ് ആലത്തൂർ. പക്ഷേ പാലക്കാടേക്ക് കടന്നു വരുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ, സിറ്റിംഗ് MP ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. വിജയരാഘവൻ ഇരുവരും തമ്മിലുള്ള പോരാട്ടം പാലക്കാടിൻ്റെ വേനൽ ചൂടിനെ കടത്തിവെട്ടുന്ന രാഷ്ട്രീയ പോരാട്ടം പാലക്കാട് സിറ്റിംഗ് MP ആയ VK ശ്രീകണ്ഠൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, ഇവർ തമ്മിലുള്ള പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഇഞ്ചോടിഞ്ച് എന്ത് സംഭവിക്കാം ജനങ്ങളുടെ മനസ്സിൽ. പാലക്കാട് സ്വാഭാവികമായൊരു ഇടത് തട്ടകമാണ് കഴിഞ്ഞ തവണ ഒഴിച്ചാൽ. പക്ഷേ ഇത്തവണ VK ശ്രീകണ്ഠൻ്റെ ജനകീയത വോട്ടായി മാറുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പാലക്കാട്ട് A. വിജയരാഘവൻ ഇന്നിവിടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ശുഭപ്രതീക്ഷയാണ് ഇടത് ക്യാമ്പുകൾ പങ്കുവെക്കുന്നത്. എന്തായാലും പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞു. ഇനി വോട്ടംഗം കേരള വിഷൻ ന്യൂസ് വോട്ടംഗം അടുത്ത മണ്ഡലങ്ങളിലേക്ക് പോകാം.